Welcome to BSc Physics main class, Semester 6, Paper 3 Optics, 23rd lecture. Paper 3 Optics, 23rd lecture. Fraunhofer diffraction due to a single slit. Fraunhofer diffraction, the second class of diffraction due to a single slit. That is the topic of discussion today. And we start with a question. Fraunhofer diffraction due to a single slit. Fraunhofer diffraction due to a single slit. The question is, discuss Fraunhofer diffraction due to a single slit and explain the intensity of the diffraction pattern. ഒരു സിംഗിൾ സ്ലിറ്റിൻ്റെ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് പറയുക. അത് ഡയഗ്രാം വരച്ചിരിക്കുന്നത് ഇവിടെ നോക്കുക. ഡയഗ്രാം ഇപ്പോൾ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ആകുമ്പോൾ അവിടെ നമ്മൾ ലെൻസ് ഉപയോഗിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഫ്രണ്ട് ഡിഫ്രാക്ഷനിൽ ലെൻസ് ഉപയോഗിക്കാറില്ല. ഇവിടെ ലെൻസ് ഉപയോഗിക്കുന്നത് കാരണം ഈ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പടം നോക്കുക. എന്താണ് പടത്തിൽ? ഒരു സ്ലിറ്റ്, ഒരു കാർഡ്ബോർഡ്. ആ കാർഡ്ബോർഡിൽ ഒരു സ്ലിറ്റ് നമ്മൾ വെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലിപ്പുറത്ത് മോണോക്രോമാറ്റിക് ലൈറ്റ് കൊണ്ട് ഇലുമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്ലിറ്റിലൂടെ ലൈറ്റ് വരും. അപ്പോൾ അതൊരു ഹോറിസോണ്ടൽ സ്ലിറ്റായിട്ട് വിചാരിക്കുക. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ വക്കിൽ ലൈറ്റ് തട്ടുമ്പോൾ ബെൻഡ് ചെയ്യും, ഡിഫ്രാക്ഷൻ ഉണ്ടാകും. സാധാരണ കേസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ക്രീനിൽ, ഇവിടെ ആ സ്ക്രീനിൽ വെച്ചിരിക്കുന്നത് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലാണ്, എഫ് അകലെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ സാധാരണ കേസിൽ പ്രതീക്ഷിക്കുന്നത് സ്ലിറ്റിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും. ഈ സ്ലിറ്റ് തന്നെ അവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ ക്ലോസ് എക്സാമിൻ ചെയ്താൽ അവിടെ സ്ക്രീനിൽ കാണുന്ന ബാൻഡ്സ് ആയിരിക്കും, ഡാർക്കും ബ്രൈറ്റും ബാൻഡ്സ് ആയിരിക്കും. ഈ ബാൻഡുകളെ വിളിക്കുമ്പോൾ ഡിഫ്രാക്ഷൻ ബാൻഡ്സ് എന്ന് പറയും. അപ്പോൾ സ്ലിറ്റിൻ്റെ അനേക ഇമേജുകളായിട്ട് നമുക്ക് കാണുന്നു, ഡാർക്കും ബ്രൈറ്റും ബാൻഡ്സ് ആയിട്ട്. സെൻട്രൽ ബാൻഡ് വളരെ ബ്രൈറ്റ് ആയിരിക്കും. അരികിലോട്ട് പോകുന്തോറും ഈ ബ്രൈറ്റ് ബാൻഡുകളുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ എസ്ഐയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഡിഫ്രാക്ഷൻ 3 സംഗതിയാണ് വേണ്ടത്. സോഴ്സ് ഓഫ് ലൈറ്റ്, പിന്നെ ഒബ്സ്റ്റക്കിൾ ഇവിടെ സ്ലിറ്റാണ്, പിന്നെ സ്ക്രീൻ, പിന്നെ ലെൻസിൻ്റെ ഉപയോഗം ഈ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇത് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനാണ്. അപ്പോൾ ഇത് ഒരു അല്പം ലെങ്തി എസ്സേ ആണ്. അതുകൊണ്ട് നമുക്കൊരു സ്പ്ലിറ്റ് ചെയ്ത് 2 ക്ലാസ്സായിട്ടാണ് പറയുന്നത്. ബിറ്റ് ലെങ്തി എസ്സേ. ഞാൻ പറഞ്ഞല്ലോ, ഡിഫ്രാക്ഷനിൽ മിക്ക എസ്സേ അല്പം നീളം കൂടുതലാണ്. Consider a large slit with B, small b. L is a convex lens and S is a source kept at a distance upon which a diffraction pattern is seen. Let F be the focal distance between lens and the screen. The intensity of diffraction pattern obtained on the screen can be. പറഞ്ഞ മനസ്സിലായല്ലോ, നമുക്ക് ആ സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇനി പറയുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാം. Can be calculated as follows. അപ്പോൾ ഇൻറ്റൻസിറ്റി കണക്ക് കൂട്ടാൻ നമ്മൾ ഇതിൻ്റെ ചിത്രം ഒന്ന് റീഡ്രോ ചെയ്യും. ശരിക്കും ഒരു റേ ഡയഗ്രാം വരക്കും. അപ്പോൾ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ബി ആണല്ലോ. ആ സ്ലിറ്റാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആ സ്ലിറ്റിനെ നമ്മൾ അനേകം പോയിന്റുകൾ കൊണ്ട് ഭാഗിക്കുന്നവർ സങ്കല്പിക്കും. A1, A2, A3 അങ്ങനെ 7 വരെ പോയിന്റുകളാണ്. അപ്പോൾ എല്ലാ പോയിന്റിൽ നിന്നും സെക്കൻഡറി വേവ്ലെറ്റ് വന്നിട്ട് സ്ക്രീനിൽ പതിക്കുകയാണ്. സ്ക്രീൻ എഫ് അകലെ, ലെൻസിൻ്റെ എഫ് അകലെ വെച്ചിരിക്കുന്നതാണ് പടം. അപ്പോൾ ഒരു പി പോലൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് സെൻട്രൽ ബാൻഡിന് മുകളിലാണ്. പി പോലൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും കിട്ടും. എങ്ങനെ ആണ് ഈ ഡാർക്ക് ബാൻഡ് ഉണ്ടാകുന്നത്, ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകുന്നത്, അവരുടെ ഇൻറ്റൻസിറ്റി എത്രയാണ് എന്ന് പറയാൻ പോവുക. ഇത് ഹിയർ ഇൻ ദ ഫിഗർ ദ slit of width B is divided into number of point sources. For that, we take points A1, A2, A3, etc. on the slit
അപ്പോൾ സ്ലിറ്റ് അപ്പോൾ വൈഡായിട്ട് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പോയിന്റ് എടുക്കുന്നത്. The rays start and reach at P, and we mark an angle theta. Theta is called diffraction angle of diffraction. And we also draw perpendiculars as shown, that is A1, A2 dash, A2, A3 dash, A3, A4 dash, etc. Perpendiculars are drawn. Beyond the perpendicular, there is no path difference. Path difference is before that. Right, the slit of width B can be assumed to be consisting of a large number of equally spaced point sources. തുല്യകലത്തിലുള്ള പോയിന്റ് സോഴ്സായിട്ട് ഈ വിഡ്ത്ത് ബി ഉള്ള സ്ലിറ്റിനെ വിചാരിക്കാവുന്നതാണ്. ഈച്ച് പോയിന്റ് സോഴ്സ് വിൽ എമിറ്റ് each point source will send out wavelets. These wavelets interfere with each other and diffraction bands are produced. Let A1, A2, A3, etc. be the point sources. Let the distance between the 2 point sources be delta. അപ്പോൾ നമ്മൾ A1, A2 എടുക്കുമ്പോൾ A1, A2, A3 എടുക്കുമ്പോൾ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം ഡെൽറ്റ ആയിട്ട് വരികയാണ്. ഡെൽറ്റ, ക്യാപിറ്റൽ ഡെൽറ്റ എന്ന് വിചാരിക്കണം. there are n points സോഴ്സിലെ n points such that there are n points in the slit. the slit width B is equal to n minus 1 into delta. അപ്പോൾ n പോയിന്റ് ഉണ്ടെങ്കിൽ n minus 1 ഗ്യാപ്പാണല്ലോ, ഒരു ഗ്യാപ്പിൻ്റെ അകലമാണ് ഡെൽറ്റ. അതുകൊണ്ട് B is equal to n minus 1 ഡെൽറ്റ എന്ന് പറയും. ഇപ്പോൾ n minus 1 ഡെൽറ്റ n ഡെൽറ്റ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം n വളരെ വലിയ സംഖ്യയാണ്. നമുക്ക് n minus 1 കിട്ടിയതിനെ പറ്റി ഐഡിയ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ആ സ്ലിറ്റ് ബി വിടുത്തുള്ള ആ ഭാഗത്തെ നമ്മൾ A1, A2, A3 കൊണ്ടിങ്ങനെ ഭാഗിക്കുമ്പോൾ n നമ്പേഴ്സ് ഉണ്ട്. രണ്ട് പോയിന്റ് തമ്മിലിടക്കുള്ള അകലാണ് ഡെൽറ്റ. അപ്പോൾ A1 തൊട്ട് AN വരെ പോയിന്റ് എടുക്കുമ്പോൾ n minus 1 വിടവുകൾ, ഗ്യാപ്പുകളാണ് ഉള്ളത്. അതിൻ്റെ മൊത്തം അകലം n minus 1 ഡെൽറ്റയാണ്. ഇനി n വളരെ വലുതാണെങ്കിൽ n ഡെൽറ്റ എന്ന് തന്നെ പറയാൻ കാരണം 1 is negligible. അപ്പോൾ സ്ലിറ്റ് വിടുത്ത് B n minus 1 into delta. That is equation number 1. Let theta be the angle diffraction. അത് നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. We have shown theta in the diagram. Take a point A2 dash such that A1, A2 dash is a normal. ഞാൻ പറഞ്ഞു നോർമൽ വരയ്ക്കാൻ പറഞ്ഞു. The path difference between rays starting from A1 and A2 are reaching at P is given by delta is A2, A2 dash. അപ്പം നമ്മൾ A1, A2 dash പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത് പടം നോക്കണേ. അപ്പോൾ ആ പെർപെൻഡിക്കുലറിന് ശേഷം പാത്ത് ഡിഫറൻസ് അക്കൗണ്ട് ചെയ്യാറില്ല, അതിന് മുമ്പാണ്. അപ്പം മുമ്പുള്ള പാത്ത് ഡിഫറൻസ് A2, A2 ഡാഷാണ്. അപ്പോൾ A2, A2 ഡാഷിനെ നമ്മൾ സ്മോൾ ഡെൽറ്റ എന്ന് പറയും. ടു ഫൈൻഡ് സ്മോൾ ഡെൽറ്റ വി കൺസിഡർ ദി ട്രയാങ്കിൾ A1, A2, A2 ഡാഷ്, എ വെരി സ്മോൾ ട്രയാങ്കിൾ. ഞാനത് ചിത്രത്തിലേക്ക് പോകുന്നൊരു കാണിക്കാം. ഞാൻ കാണുന്ന ട്രയാങ്കിൾ കേട്ടോ, A1, A2, A2 ഡാഷ്. ആദ്യം കാണുന്ന ചെറിയ ട്രയാങ്കിൾ, അവിടെ A2, A2 ഡാഷ് ആണ് പാത്ത് ഡിഫറൻസ്. അത് കാണാൻ പോകും. അതിന് നമ്മൾ സൈൻ തീറ്റ എന്ന് വിളിക്കും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എയിലെ ആംഗിൾ താഴെയാണ്, അല്ലെങ്കിൽ A1 ആംഗിൾ. A1 ആംഗിൾ താഴെ തീറ്റ തന്നെയായിരിക്കും, കാരണം രണ്ട് പെർപെൻഡിക്കുലറിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളായിട്ടാണ് വരുന്നത്. രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ആ ലൈനുകളുടെ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആയിരിക്കും. അതുകൊണ്ട് A1, A2, A2 ഡാഷ് ട്രയാങ്കിളിൽ മുകളിലത്തെ ആംഗിൾ A1 ആംഗിൾ തീറ്റയാണ്, സൈൻ തീറ്റ എടുക്കും. സൈൻ തീറ്റ ഈസ് A2, A2 ഡാഷ് ബൈ A1, A2 എന്ന് വരും. അതാണ് ഇവിടെ എഴുതുന്നത്. നോക്കിയേ, അതല്ലേ നോക്കിയേ കേട്ടോ. സൈൻ തീറ്റ ഈസ് A2, A2 ഡാഷ് ബൈ A1, A2. ദാറ്റ് ഈസ് സൈൻ തീറ്റ. സ്റ്റെപ്പ് റിപ്പീറ്റഡ് ആണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ഡെൽറ്റ ബൈ A2, A2 ഡാഷ് ഡെൽറ്റ എന്ന് പറയും. പിന്നെ നമ്മൾ A1, A2വിനെ
ആ രണ്ട് പോയിന്റ് സോഴ്സ് തമ്മിലുള്ള അകലം ഡെൽറ്റ, ക്യാപിറ്റൽ ഡെൽറ്റ എന്ന് പറയും. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ഈസ് ക്യാപിറ്റൽ ഡെൽറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. കറസ്പോണ്ടിങ് ഫേസ്, പാത്തിനെ ഫേസ് ഡിഫറൻസ് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2π/λ കൊണ്ട് കുടിക്കണം. Therefore, phase difference is 2π/λ into delta. Phi is 2π/λ in delta sin theta. Corresponding wavelength starting from A1 can be represented by the equation. Secondary wavelengths. Secondary wavelength starting from A1 can be represented by the equation E1 is A cos omega t. നമ്മളൊരു കൊസൈൻ വേവ് കൊണ്ട് ലൈറ്റ് വേവിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ A1 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവിനെ നമ്മൾ E1 = A cos omega t എന്ന് എഴുതാം. ഇനി ആരെങ്കിലും E1 A sin omega t എന്ന് എഴുതിയാലും കറക്റ്റാണ്. പക്ഷേ അന്നേരം കാൽക്കുലേഷൻ അത് വെച്ച് മാറ്റി എഴുതേണ്ടി വരും. ഇവിടെ നമ്മൾ A1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവിനെ E1 = A1 cos omega t എന്ന് എഴുതും. The wavelength from A2 is given by A2 is A cos omega t minus phi. കാരണം ഓരോ പോയിന്റിലേക്ക് ചെല്ലുന്തോറും ഒരു ഫേസ് ഡിഫറൻസ് ഫൈ കണ്ട് മാറുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ എഴുതും. സിമിലർലി അടുത്ത പോയിന്റ് E3 = അടുത്ത പോയിന്റിൽ നിന്നുള്ള wavelength E3 = A cos omega t minus 2phi. അങ്ങനെ ഒരു ലൈൻ എക്സെട്ര ഒരു കംപ്ലീറ്റ് ലൈൻ ഇടുക. സിമിലർലി En = A cos omega t minus n-1 phi. ആ n-1 മനസ്സിലായല്ലോ. ആ സെക്കൻഡ് എഴുതിയിരിക്കുന്നത് E2, അവിടെ ഒരു 1 phi ഉള്ളു. അപ്പോൾ 2 1 ആണ്. അപ്പോൾ n-ന് n-1 ആയിട്ട് വരും. In all these equations, the value of phi is given by the equation number 2. Phiയുടെ വാല്യൂ മുകളിൽ കാണുന്ന ഇക്വേഷൻ phi 2π/λ in delta. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയും all waves must superpose at P. എല്ലാ വേവും പിയിൽ കൂടിച്ചേരും. Therefore, by the principle of superposition of waves, the resultant wave at P is given by E is given plus E2 plus etc. plus En. അപ്പോൾ റിസൾട്ടൻ്റ് വേവ് കാണാൻ, റിസൾട്ടൻ്റ് വേവ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ നമ്മൾ എല്ലാം കൂടി കൂട്ടിയാൽ മതി. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. ടു ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഇലക്ട്രിസിറ്റി അറ്റ് പി, വി add all the individual displacements. That is E is equal to E1 plus E2 plus E3 plus etc. plus En. So we write all the values of E1, E2, E3 etc. That is E is equal to A cos omega t plus A cos omega t minus phi plus A cos omega t minus 2 phi etc. plus A cos omega t minus n-1 phi. A can be taken as a common factor. A can be taken as a common factor. That is E is equal to A into cos omega t plus cos omega t minus phi plus etc. plus cos omega t minus n-1 phi. Next step is adding the terms inside the brackets. അപ്പോൾ ഇതൊരു ട്രിഗണോമെട്രിക് സീരീസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ നേരത്തെ ആളുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കൂട്ടി വെച്ചതങ്ങ് പഠിച്ചാൽ മതി. അല്ല, അത് കൂട്ടാനൊന്നും പോകണം. നിങ്ങൾക്ക് കൂട്ടാൻ അറിയാൻ പാടില്ലല്ലോ ഇത്. അപ്പോൾ ഇത് കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കൂട്ടി വെച്ച റിലേഷൻ അത് പഠിക്കണം. അത് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് E is equal to, അല്ലെങ്കിൽ അത് കൂട്ടുമ്പോഴേ ആ ബ്രാക്കറ്റിലുള്ള ടൈം കൂട്ടി വെച്ചിരിക്കുന്ന നോക്കിയേ. cos omega t plus cos omega t minus phi plus etc. plus cos omega t minus n-1 phi is equal to sin n phi by 2 by sin phi by 2 into numerator cos omega t minus n-1 phi by 2. n-1 ബ്രാക്കറ്റ് ആകട്ടോ.
ആ n-1ൻ്റെ മുകളിൽ ഒരു വര വലിച്ചാൽ ഒരു പരന്തസിസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി എ കൂടി ചേർത്താലേ ഈ കിട്ടുള്ളൂ. Therefore E is equal to A sin n5/2. എ കൂടി ചേർത്ത് നമ്മൾ ബ്രാക്കറ്റിലെ എക്സ്പ്രഷൻ ആഡ് ചെയ്തത് പി ആണെങ്കിൽ ആ ബ്രാക്കറ്റിന് ഇപ്പുറത്തുള്ള എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന E is equal to A sin n5/2 by sin n5/2 cos omega t minus n-1/5/2. ഇത് നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി വരച്ചിരിക്കുന്ന ടൈം A sin n5/2 by sin 5/2 അത് E0 എന്ന് വിളിക്കും. അതായത് റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന രീതിയിൽ E0 എന്ന് വിളിക്കും. ഇക്വേഷൻ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് E0 A sin n5/2 sin 5/2 നമ്മളങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ E is equal to we call like that E is equal to E0 cos omega t minus n-1/5/2. Equation number 5. This is an important equation. This is the expression for resultant wave at P. പിയിൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വേവിൻ്റെ ഇക്വേഷനാണ് എഴുതിയത്. ഏത്? E is equal to E0 cos omega t minus n-1/5/2. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് മുകളിലുള്ളത്. E0 is A sin n5/2 by sin 5/2 എന്ന് പറയുന്ന E0 എന്ന് പറയുന്ന നമ്മൾ സപ്പോസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതൊന്നൊരു മോഡിഫൈ ചെയ്ത് പറയാം കേട്ടോ. ആ ഇക്വേഷൻ ഒന്നൊരു മോഡിഫൈ ചെയ്യും. ദ മോഡിഫൈഡ് എക്സ്പ്രഷൻ ഫോർ E0 എന്ന് മോഡിഫൈ കേട്ടോ. നമ്മൾ റിസൾട്ടൻ്റ് വേവ് ഇക്വേഷൻ എഴുതി ഇൻ ടേംസ് ഓഫ് E0 എന്ന് മോഡിഫൈ ചെയ്യാം. വി ഹാവ് E0 is equal to A sin n5/2 sin 5/2. If 5/2 is small, then sin 5/2 is 5/2. നമുക്കറിയാലോ, if theta is small, sin theta is theta, and that equation we apply here in the denominator. So sin 5/2 we can write as 5/2. Then you may ask why sin n5/2 is not equal to n5/2. അങ്ങനെ ചോദിക്കാം. പക്ഷെ അത് വരില്ല. sin n5/2 equal to n5/2 വരത്തില്ല. കാരണം n5/2 is large angle. When angle is large, we cannot apply the sin approximation. The sin theta approximation can be done only when theta is very small. So in the denominator, we can write sin 5/2 is 5/2 because we know sin theta is theta when theta is small. Therefore, the above equation becomes, and also one more condition, put n5/2 is beta. Another variable is coming. On cross multiplying, we get 5/2 is beta by n. Therefore, E0 is A sin beta by n, and that is A sin beta by n. ശരിയാണെന്ന് നോക്കിയേ. E0 എന്ന് പറഞ്ഞാൽ നമുക്ക് A sin n5/2 ആണ്. അപ്പോൾ 5/2 നമ്മൾ ബീറ്റ ബൈ n താഴെ കൊടുക്കുക, അതുപോലെ മുകളിൽ കൊടുക്കണം. മുകളിൽ n5/2 ഉണ്ട്, അവിടെ ബീറ്റ എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ റിലേഷൻ കിട്ടുന്നത്. E0 is A sin beta by n. That gives E0 is n ന്യൂമറേറ്ററിൽ പോകും, n sin beta by beta. ഇനി അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ. put n is equal to capital A. That is E0 is A sin beta by beta. Equation number 7. Put this in equation number 5. That is E is equal to E0 A sin beta by beta cos omega t minus n-1/5/2. Equation number 8. How do you know? But n-1/5/2 is n5/2. That I told you. If n is very large, n-1 is
nearly equal to n, where n is large, and n phi by 2 is beta. So n minus 1 phi by 2 we can also write as beta. So what we get? That is E is equal to A sin beta by beta cos omega t minus beta, equation number 9. Or equation number 8. Hence, the resultant wave at P, whose amplitude is given by A sin beta by beta. Amplitude is given by E0 is A sin beta by beta. Equation number 7. അത് ഈശ്വരുടെ ഇക്വേഷൻ ആട്ടോ നമ്മൾ നേരത്തെ എഴുതിയ നമ്പർ നോക്കിക്കൊള്ളാം. Now comes the second part of the essay. We continue, expression for intensity I. And you know intensity proportional to amplitude square. That is I proportional to E0 square. Question numbers you check. Here there is 7. Question number 8. Question number 8 is there. And this is equation number 9. Now comes equation for expression for intensity I. I proportional amplitude square. That is I proportional E0 square. So and this we discuss in the next lecture, because this essay, I told you, it is a lengthy one. Half of the topic, half of the essay remains, and that we discuss in the next lecture. And that is all with this first part of the Fraunhofer diffraction due to a single slit. Thank you very much.